ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലെ കേരള ബ്ലാസ്റ്റേഴ്സിന് വൺ ഓഫ് ദ ഫോറിൻ ടാർഗറ്റാണ് ചെന്നൈയിൻ എഫ്സിയിലെ കോർണർ ഷീൽഡ്സ്. ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല, കുറെ അധികം ISL ക്ലബ്ബുകൾ താരത്തെ സ്വന്തമാക്കാൻ ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചതായൊക്കെ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ചെന്നൈയിൻ എഫ്സി സ്കോട്ടിഷ് മിഡ്ഫീൽഡർ കോർണർ ഷീൽഡ്സിനെ നിലനിർത്തുന്നതിന്റെ ഭാഗമായി ചർച്ചകൾ നടത്തി വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ എല്ലാവരും അറിഞ്ഞതാണ്. എന്ന് തന്നെയാൽ ഇപ്പോൾ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെർഗുലോ പുറത്തുവിട്ട അപ്ഡേറ്റ് അനുസരിച്ച് കോർണർ ഷീൽഡിനെ നിലനിർത്തുന്നതിന്റെ ഭാഗമായി നടന്ന ചർച്ചകൾ ഫെയിലായി എന്നാണ്. നമുക്കറിയാം, താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഒരുപാടധികം ക്ലബ്ബുകൾ രംഗത്തുണ്ട്. സോ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം കോർണർ ഷീൽഡിനെ പോലൊരു മിഡ്ഫീൽഡ് മൈസ്ട്രോയെ വിട്ട് കളയുക എന്നുള്ളത് അത്ര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാവില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് താരവുമായി ചർച്ചകൾ നടത്തിയതും നെഗോസിയേഷനൊക്കെ ചെയ്തു നോക്കിയതും. പക്ഷേ ചെന്നൈയിൻ എഫ്സിയുടെ ആ ഒരു ശ്രമം വിഫലമായി എന്നാണ് മാർക്കസ് മെർഗുലോ പുറത്തുവിട്ട അപ്ഡേറ്റ് വ്യക്തമാക്കുന്നത്. ഇപ്പോഴാണ് ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള ക്ലബ്ബുകളുടെ സാധ്യതകൾ സജീവമാകുന്നതെന്ന് വേണം പറയാൻ. കഴിഞ്ഞ സീസണിൽ ചെന്നൈക്ക് വേണ്ടി വളരെ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് പുറത്തെടുത്ത ഒരു താരം തന്നെയാണ് കോർണർ ഷീൽഡ്. ബട്ട് ചെന്നൈക്ക് ഒരു മോശം സീസൺ ആണെങ്കിലും ആസ് എ ഇൻഡിവിജ്വൽ അദ്ദേഹത്തിന് ഒരു ബെസ്റ്റ് സീസൺ ആയിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു ഹോട്ട് പ്രോപ്പർട്ടിയായി മാറിയിട്ടുള്ളത്. മാത്രമല്ല, ബ്ലാസ്റ്റേഴ്സ് അഡ്രിയാൻ ലൂണയ്ക്ക് ഒരു റീപ്ലേസ്മെന്റിനെ തിരയുന്നുണ്ട് എന്നൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പറ്റിയ റീപ്ലേസ്മെന്റ് ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് അത് പരിഗണിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. സോ അങ്ങനെ നോക്കിയാൽ കോർണർ ഷീൽഡ്സിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ലൂണയ്ക്ക് റീപ്ലേസ്മെന്റായി പരിഗണിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. സോ ഗൈസ്, നമ്മുടെ ഒരു ചാനൽ 10K എന്ന ഫാമിലിയിൽ തന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ മാത്രമേ ആവശ്യമുള്ളൂ. സോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.